UDIS പ്ലസിലൊരു ക്ലാസ്സിലേക്ക് കുട്ടികളെ ഇമ്പോർട്ട് ചെയ്യുന്നതിനായി ആദ്യം നമ്മൾ വെബ്സൈറ്റിലെത്തി കേരള സെലക്ട് ചെയ്തു. സ്റ്റുഡൻറ്റ് മൊഡ്യൂളിൽ ലോഗിൻ ചെയ്യുകയാണ്. സ്കൂൾ യൂസർ ഐഡിയും പാസ്വേഡും ക്യാപ്ചയും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുന്നു. +2 ക്ലാസ്സിലേക്ക് +1 ക്ലാസ്സിൽ നിന്ന് കുട്ടികളെ പ്രോഗ്രഷനിലൂടെ പ്രൊമോട്ട് ചെയ്താൽ മതിയാവും. എന്നാൽ +1 ക്ലാസ്സിലേക്ക് കുട്ടികളെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്റ്റുഡൻറ്റിനെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് കുട്ടിയുടെ പെൻ നമ്പർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പെൻ നമ്പർ ലഭ്യമല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ചെയ്യാവുന്ന രീതി എന്ന് പറയുന്നത് ആധാർ നമ്പർ ബർത്ത് ഇയറും കൊടുത്തുകൊണ്ട് നമുക്ക് പെൻ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും അതിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇയർ സെലക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ ഡാഷ്ബോർഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഇത് ക്ലോസ് ചെയ്യുന്നു. തുടർന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് പ്രോഗ്രഷൻ എന്നുള്ളതിൽ ഇമ്പോർട്ട് മൊഡ്യൂൾ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇമ്പോർട്ട് മൊഡ്യൂളിൽ നമുക്ക് ഇമ്പോർട്ട് കേരളത്തിനുള്ളിൽ തന്നെയാകുമ്പോൾ ഉള്ള കുട്ടിയാണ്. ഇമ്പോർട്ട് വിത്തിൻ സ്റ്റേറ്റ് കൊടുത്ത് നമ്മൾ പ്രൊസീജിയർ ആരംഭിക്കുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ പെൻ നമ്പർ സെർച്ച് ബൈ പെൻ നമുക്ക് നോക്കാം. പെൻ നമ്പർ കണ്ടുപിടിക്കുന്നതിനായി ഗെറ്റ് പെൻ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് കുട്ടിയുടെ ആധാർ നമ്പറും ബർത്ത് ഇയറും കൊടുക്കുന്നു. അതിനായിട്ട് ആധാർ നമ്പർ സ്റ്റുഡൻറ്റിന് പെൻ കണ്ടുപിടിക്കാനായിട്ട് ആധാർ നമ്പറും ഇയർ ഓഫ് ബർത്തും കൊടുത്ത് നമുക്ക് പെൻ നമ്പർ ഇവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ സ്റ്റുഡൻറ്റ് പെൻ നമ്പർ കിട്ടുന്നതും ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടുന്നതും ഇവിടെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം താഴെ സ്റ്റുഡൻറ്റ് പെൻ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും സ്റ്റുഡൻറ്റ് പെൻ നമ്പർ നമ്മൾ ലഭ്യമാക്കിയത് ഇവിടെ കൊടുക്കുക. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തും ലഭിച്ചിട്ടുണ്ട്. ഈ ഡേറ്റ് ഓഫ് ബർത്തും ഈ കോളത്തിൽ രണ്ടാമത്തെ കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. തുടർന്ന് നമ്മൾ ഗോ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാക്കും. ഈ ഡീറ്റെയിൽസ് നോക്കിക്കൊണ്ട് സ്റ്റുഡൻറ്റ് ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാകും. അത് ഏത് സ്കൂളിലാണ് നിലവിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാകും. ഈ കുട്ടി നമ്മുടെ സ്റ്റുഡൻ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലെ ഏത് സെഷനിലേക്കാണെന്നുള്ളത്, ക്ലാസ് ഏതാണെന്നുള്ളതും ക്ലാസ് ഏത് സെക്ഷനാണെന്നുള്ളതും കൊടുക്കുക. അതോടൊപ്പം ആ കുട്ടിയുടെ അഡ്മിഷൻ ഡേറ്റ് ഓഫ് അഡ്മിഷനും എൻ്റർ ചെയ്ത് ഇമ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും പ്രൊസീജിയറാണ് ഇതിൽ വരിക. ക്ലാസ് ഏതാണ്, ഏത് ഡിവിഷനാണ്, അതുപോലെ ഡേറ്റ് ഓഫ് അഡ്മിഷനും കൊടുക്കുക. ഇവിടെ നമ്മൾ സ്കൂളിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ്സും ഡിവിഷനും വെച്ചാണ് ഇത് ചെയ്യേണ്ടത്. ഇവിടെ ഇമ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ കുട്ടിയുടെ കൺഫർമേഷൻ, ആ കുട്ടി ആഡ് ചെയ്യുന്നതിന് കൺഫർമേഷൻ ചോദിക്കും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ആഡ് ചെയ്തതായിട്ട് കാണാൻ കഴിയും. ഇങ്ങനെ ഓരോ കുട്ടിയെയും ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഈ സ്കൂളിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ക്ലാസ്സിൽ ആ ഡിവിഷനിൽ ആ കുട്ടി ആഡായിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഡാറ്റ, ആ കുട്ടിയുടെ ഡാറ്റ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വ്യൂ ബാർ മാനേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാം. തുടർന്ന് 3 ഘട്ടമായിട്ട് കുട്ടിയുടെ ഡീറ്റെയിൽസ്, ജനറൽ പ്രൊഫൈൽ, എൻറോൾമെൻറ്റ് പ്രൊഫൈൽ, ഫെസിലിറ്റി പ്രൊഫൈൽ, ഇങ്ങനെ 3 ഘട്ടമായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. ഓൾറെഡി ഡീറ്റെയിൽസ് ഇമ്പോർട്ട് ചെയ്തപ്പോൾ വന്നിട്ടുണ്ടാവും. നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ കൂടിയുള്ളത് ഇനി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് പ്രിവ്യൂ കണ്ട് നമുക്കത് ഫൈനൽ സബ്മിഷൻ നടത്തി പൂർത്തിയാക്കാവുന്നതാണ്.